ഇത് നമുക്ക് കോൺഫ്ലെക്സ് കൊണ്ട് നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം കേക്ക് ഉണ്ടാക്കാൻ തേടി നോക്കാം. ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് വലിയ പാടൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് റെഡി ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. കഴിക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട് തന്നെ. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാൻ. ഇത് റെഡിയാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ അധികം മധുരമില്ലാത്ത കോൺഫ്ലെക്സ് ആണ് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ മധുരം ഉള്ളതായിരുന്നാലും കുഴപ്പമില്ല. ഇനി ഇത് മിക്സിയിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് എടുക്കണം. അപ്പൊ ഇത് പൊടിച്ചെടുക്കാൻ പോണേലും മുമ്പുള്ള അളവാണ് പറയുന്നത് 2 കപ്പ്. ഇനിയിപ്പോൾ മധുരം ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല, ചെറുതായിട്ടൊരു മധുരത്തിന്റെ വ്യത്യാസം വരുള്ളൂ. അത് ഐസ്ക്രീം ആകുമ്പോൾ അത് അങ്ങനെ അത്രയ്ക്ക് വലിയ കുഴപ്പമായിട്ട് വരില്ല. പിന്നെ വേണ്ടത് പാലാണ്. പാല് 2.5 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മുട്ടയും വേണം. ഈ മുട്ടയും ഈ പാലും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പാല് നമ്മൾ തിളപ്പിച്ചിട്ട് എടുക്കും. പിന്നെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര വേണം. 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് വേണം. കണ്ടൻസ് മിൽക്കോ അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയിരുന്നാലും കുഴപ്പമില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ വേണം. 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് വേണം. പിന്നെ ഈ ഐസ്ക്രീം കേക്ക് നമ്മൾ 2 ലെയർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒരു ലെയർ അടിയിൽ ലെയർ ഒന്ന് തിക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ ഈ ഓറിയോ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ നമുക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. ഈ ബിസ്ക്കറ്റ് ഞാനിവിടെ ഒരു 6 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് ഇല്ല, ഇപ്പോൾ നാട്ടിലേക്കാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഓറിയോ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല. ഇതേപോലെ ഇങ്ങനെ ഉള്ളിൽ ക്രീം വെച്ചിട്ടുള്ള ബിസ്ക്കറ്റുകൾ നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടുമല്ലോ. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ബിസ്ക്കറ്റാണ് ഇഷ്ടമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബിസ്ക്കറ്റ് എടുക്കുക. ഇത് ഞാനിപ്പോൾ ഒരു 6 എടുത്തിട്ടുണ്ട്. ഇതൊന്ന് പൊടിച്ചിട്ട് എടുക്കും. പൊടിച്ചെടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഐസ്ക്രീമിൻ്റെ നടുക്ക് ഇത് നമ്മളൊരു ലെയറായിട്ട് കൊടുക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ബിസ്ക്കറ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ബിസ്ക്കറ്റ് എടുക്കുക. പക്ഷേ കുട്ടികൾക്കൊക്കെ ഈ ബിസ്ക്കറ്റാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഈ കോൺഫ്ലെക്സ് ഒന്ന് പൊടിച്ചിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ പാലും മുട്ടയും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കണം. ഈ കോൺഫ്ലെക്സ് പൊടിച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് കോൺഫ്ലെക്സ് ചേർക്കാം. ഇപ്പോൾ കോൺഫ്ലെക്സ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നീക്കി വയ്ക്കുക. ഈ പാലും മുട്ടയും കൂടിയിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ്. ഈ മുട്ട ഈ പാലിൻ്റെ കൂടെ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നത്. കഴിഞ്ഞിട്ട് ഇത് കറക്കിയെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള പാലും കൂടിയിട്ട് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കാം. പഞ്ചസാരയൊക്കെ ഞാനിവിടെ മെഷറിംഗ് സ്പൂണിലാണ് ചേർക്കുന്നത്. നിങ്ങളുടെ അടുത്ത് മെഷറിംഗ് സ്പൂൺ ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലെ ടേബിൾ സ്പൂണിൽ ചേർത്താലും മതി. കാരണം ഇതിൻ്റെ അളവ് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കണ പോലെ അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് വരണമെന്നില്ല. പക്ഷേ കോൺഫ്ലെക്സ് എടുക്കുമ്പോൾ ഒരുപാട് ചേർക്കരുത്. ഒരുപാട് ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര തിക്കായി പോവും. ഇതൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ പാലും മുട്ടയും പഞ്ചസാരയും കൂടിയിട്ട് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പാർത്താം. നമ്മളിതിലേക്ക് പാല് മുഴുവനായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, ബാക്കിയുള്ള പാലും കൂടിയിട്ട് ചേർക്കാം. ഇത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. തിളച്ച് വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യുക. കുറേ നേരം ഇട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കാരണം ഇതിലേക്ക് നമ്മൾ മുട്ട ചേർത്തേക്കുന്നത് കൊണ്ട് തന്നെ പിന്നെ കുറേ നേരം ഇട്ട് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകും. ഇതേപോലെ നന്നായിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുക. പാല് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡറും ചേർക്കണം, വാനില എസൻസും ചേർക്കണം, കണ്ടൻസ് മിൽക്കും ചേർക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ കൊക്കോ പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് കറക്കണം. ഇതിലേക്ക് കോൺഫ്ലെക്സ് പൊടിച്ച് വെച്ചേക്കുന്നതും ചേർക്കണമല്ലോ. അപ്പോൾ എല്ലാം കൂടിയിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി മിക്സിയിൽ ഇട്ടിട്ടൊന്ന് കറക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചേക്കുന്ന പാല് ചേർക്കാം. 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കാം. 4 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ച് ചേർക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ചേർക്കാം.
ഇതിലേക്ക് കോൺഫ്ലെക്സ് പൊടിച്ച് വെച്ചത് ചേർക്കാം. കോൺഫ്ലെക്സ് ചേർക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ചേർക്കരുത്. ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് പെട്ടെന്ന് നമുക്ക് കണ്ട് മിക്സ് ആയി കിട്ടും. ഇതൊന്ന് കറക്കിയെടുക്കുക. ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ ഏറ്റവും ആദ്യം ഒരു കാൽഭാഗത്തിനേക്കാളും കുറച്ച് കൂടുതലൊന്ന് ഒഴിച്ചിട്ട് അത് ഫസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അതൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ആ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് അതൊരു ലെയർ കൊടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ബാക്കിയുള്ളതും കൂട്ടി നമ്മൾ ഒഴിക്കുക. അപ്പോൾ നമ്മളിത് 2 ട്രിപ്പായിട്ടാണ് ഇത് കട്ടയാക്കിയിട്ട് എടുക്കുക. ഏറ്റവും ആദ്യത്തെ ലെയർ, അടിയിലെ ലെയർ കട്ടയായി കഴിഞ്ഞിട്ട് വേണം ആ ബിസ്ക്കറ്റിൻ്റെ ആ ലെയർ വെക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇതിപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഈ മിക്സ് എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ഒരു പാത്രത്തിലേക്ക് പകർത്തിയിട്ട് ഫ്രീസറിൽ വയ്ക്കാം. അപ്പം പതുക്കെ ഒന്ന് തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അത് രണ്ടാമത് മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്നും കൂടി കറക്കിയിട്ട് പിന്നെ നമ്മൾ ശരിക്കുള്ള ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെക്കുന്ന പോലെ തന്നെ ഏറ്റവും ആദ്യം ഒരു കാൽഭാഗത്തിനേക്കാളും കുറച്ച് കൂടുതൽ ഒഴിക്കുക. എന്നിട്ട് അത് ഒഴിച്ചിട്ട് ഫസ്റ്റ് ആ ലെയർ സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് ബിസ്ക്കറ്റിൻ്റെ അതിട്ടിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടി ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയിട്ട് എടുക്കുമ്പോൾ ഐസ്ക്രീം ഒന്നും കൂടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. ഇപ്പം ഞാനിവിടെ അതേപോലെ ചെയ്യുന്നില്ല. ഇപ്പോൾ ഡയറക്റ്റ് ഞാനിവിടെ ഒരു പകുതിയുടെ അടുത്ത് ഒഴിച്ചിട്ട് ഫ്രീസറിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പോണത്. അപ്പോൾ ഞാനിവിടെ ഈ പാത്രത്തിലാണ് ഈ ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ പോണത്. ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് റാപ്പർ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഞാൻ ഐസ്ക്രീം ഒഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ സെറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമായിരിക്കും. ഇതിലേക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിക്കാം. ഈ ലെയർ ഫസ്റ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഇത് വെക്കുമ്പോൾ തുറന്ന് വെക്കരുത്, എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ഒന്ന് കവർ ചെയ്തിട്ട് വെക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സാധാരണ ഇപ്പോൾ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ മൂടി വെച്ചിട്ട് മൂടി വെച്ചാലും മതി. മൂടി വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ ഐസ് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ മൂടി വയ്ക്കുന്നത്. അപ്പം ഇനി ബാക്കിയുള്ള ഇതുണ്ടല്ലോ, ഈ മിക്സ് ഉണ്ടല്ലോ, ഇതും ഞാൻ ഫ്രീസറിലേക്ക് വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഇതും ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതും നമുക്ക് ചെറുതായിട്ടൊന്ന് തണുത്ത് കിട്ടുമല്ലോ. ഇത് വെക്കുമ്പോഴും ഒന്ന് കവർ ചെയ്തിട്ട് വെക്കണം. ഇപ്പോൾ ഫ്രീസറിൽ നമ്മൾ പകുതി ഐസ്ക്രീം ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിപ്പോൾ നല്ല കട്ടയായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളതും കൂടിയിട്ട് അതും ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചെറുതായിട്ടൊന്ന് കട്ടയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി മിക്സിയിൽ ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കിയിട്ട് എടുക്കും. ഇനി ഐസ്ക്രീമിൻ്റെ നടുക്കായിട്ട് നമ്മൾ ബിസ്ക്കറ്റും കൊണ്ടുള്ള ടോപ്പിംഗ് കൊടുക്കണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ ബിസ്ക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇതൊരു 6 ബിസ്ക്കറ്റ് ഉണ്ട്. ഈ ബിസ്ക്കറ്റ് ഞാനിവിടെ ഇതേപോലെ ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ടൊന്ന് കൂടിയൊന്ന് ബൈൻഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും ചേർക്കുന്നുണ്ട്. കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ആയിരുന്നാലും കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നീക്കി വയ്ക്കാം. ഇനി നമ്മുടെ ബാക്കിയുള്ള ഐസ്ക്രീമും നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് മിക്സിയിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് കറക്കിയിട്ടെടുക്കുക. ഇതൊന്ന് കറക്കിയെടുക്കുക. ഇതിപ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്ത് ആയിട്ടത് ഐസ്ക്രീം എടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ ബിസ്ക്കറ്റും കണ്ടൻസ് മിൽക്കും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലിട്ട് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഐസ്ക്രീം ഇതിൻ്റെ മുകളിൽ ഒഴിക്കുക. നമ്മൾ ആ മിക്സിയിൽ അടിച്ചെടുത്തില്ലേ, ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി.
ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് തന്നെ വെക്കാം. ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്ന് കവർ ചെയ്തിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഐസ്ക്രീം സെറ്റ് ആയിട്ടുണ്ട്. സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7 മണിക്കൂറാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഐസ്ക്രീം ഞാനിവിടെ സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാണ്. ഞാനിവിടെ ഈ ഐസ്ക്രീം കേക്ക് സൈഡിൽ നിന്ന് ഈ 4 സൈഡിൽ നിന്ന് ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഐസ്ക്രീം കേക്ക് ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ആ ബിസ്ക്കറ്റിൻ്റെ ലെയറും കൂടിയിട്ട് അത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്.